ഉയർന്ന സാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒരാൾ മാത്രം സഞ്ചരിക്കുന്ന കാറുകൾക്ക് കൺജഷൻ ടാക്സ് ഏർപ്പെടുത്താൻ ഒരുങ്ങി കർണാടക സർക്കാർ. ബംഗളൂരുവിലെ ഗതാഗത കുരുക്കിന് പരിഹാരം തേടി പുതിയ പരിഷ്കരണവുമായി കർണാടക സർക്കാർ എത്തുകയാണ്. ഗതാഗത കുരുക്ക് കൂടുതലുള്ള പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾക്ക് കൺജക്ഷൻ ടാക്സ് അഥവാ തിരക്ക് നികുതി ഏർപ്പെടുത്താനുള്ള ആലോചനയിലാണ് സർക്കാർ എന്നാണ് പുതിയ വിവരം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെതിരെയുള്ള ഒരു പ്രതിരോധമായും കാർ പൂളിംഗിനുള്ള പ്രോത്സാഹനമായും ഉദ്ദേശിച്ചാണ് ഈ പരിഷ്കരണം നടപ്പിലാക്കുക. നഗരത്തിലെ പുതിയതായി പ്രഖ്യാപിച്ച 90 ദിവസത്തെ കർമ്മ പദ്ധതിയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഔട്ടർ റിംഗ് റോഡ് പോലുള്ള തിരക്കേറിയ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഡ്രൈവർമാരിൽ നിന്ന്, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കാറിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് പണം ഈടാക്കുന്ന ആശയമാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഫാസ്ടാഗ് വഴി ഈ ലെവി സ്വയമേ കുറയ്ക്കുന്നതിന് സംസ്ഥാനം പരിഗണിക്കുന്നതായി മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുപ്രകാരം ഔട്ടർ റിംഗ് റോഡ് പോലുള്ള ഉയർന്ന ഗതാഗത മേഖലകളിൽ പ്രവേശിക്കുന്ന ഒരാൾ മാത്രമുള്ള വാഹനങ്ങൾക്ക് കൺജഷൻ ഫീസ് നൽകേണ്ടി വന്നേക്കാം. ഒരേ സമയം 2 അതിലധികമോ യാത്രക്കാരെ കയറ്റുന്ന കാറുകൾക്ക് ഇളവ് ലഭിക്കുമെന്ന് ലുക്കൌട്ട് മണി റിപ്പോർട്ട് ചെയ്യുന്നു. ഗതാഗത കുരുക്കിലും കുഴികൾ നിറഞ്ഞ റോഡിലും പെട്ട് ജനങ്ങളുടെ സമയം ഏറെ നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് പുതിയ നടപടി. നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഫാസ്ടാഗ് വഴി ഫീസ് കുറയ്ക്കും. ഈ ആശയം ചർച്ചയിലാണ് എന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ സാധ്യത, നടപ്പിലാക്കൽ, ആസൂത്രണം എന്നിവ കാത്തിരിക്കുന്നതിനാൽ നികുതി പരിഗണനാ ഘട്ടത്തിലാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബംഗളൂരുവിൽ ഗതാഗത കുരുക്കിന് നികുതി ആശയങ്ങൾ ഇത് ആദ്യമല്ല. ലണ്ടൻ പോലുള്ള ചില നഗരങ്ങളിൽ കൺജഷൻ ടാക്സ് മുൻപ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൺജഷൻ ടാക്സ് ചാർജിന്റെ ലക്ഷ്യം തിരക്ക് കുറയ്ക്കുക എന്നത് തന്നെയാണ്. അതിനാൽ സമയം പാഴാക്കുന്നത് കുറയ്ക്കുകയും ബിസിനസ്സിലുള്ള ചിലവുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യം തന്നെയാണ്. കാറുകളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായും മലിനീകരണവും കുറയും. അധികം പേർ ഒരു വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കാറുകളുടെ എണ്ണം കുറയും. കാറുകളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായും മലിനീകരണവും കുറയും. നഗര കേന്ദ്രങ്ങൾ കാൽനടക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും കൂടുതൽ ആകർഷകമാക്കാനും ഇത് സഹായിക്കും. ഇത് ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കും. സർക്കാരിനെ സംബന്ധിച്ച് വരുമാനം വർദ്ധിപ്പിക്കുക എന്നതും ഒരു പ്രധാന ലക്ഷ്യം തന്നെയാണ്. കൺജഷൻ ചാർജിൽ നിന്നുള്ള പണം മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങൾക്കായി ചെലവഴിക്കാനും കഴിയും. 2023 കർണാടകയുടെ വിഷൻ $1 ട്രില്യൺ ഇക്കോണമി എന്ന പദ്ധതിക്ക് കീഴിലുള്ള ഒരു കമ്മിറ്റി തിരക്കേറിയ സമയങ്ങളിൽ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന്, വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കൺജഷൻ ചാർജ് ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നു. ബെല്ലാരി റോഡ്, മൈസൂരു റോഡ്, ഓൾഡ് മദ്രാസ് റോഡ്, ഹൊസൂർ റോഡ്, കനകപുര റോഡ്, മൈസൂർ റോഡ്, തുമകുരു റോഡ്, മഗഡി റോഡ് എന്നീ 9 ആർട്ടീരിയൽ എൻട്രി റോഡുകളിൽ മുൻപത്തെ നിർദ്ദേശം ബാധകമായിരുന്നു. തിരക്കേറിയ ആർട്ടീരിയൽ റോഡുകൾ പോലുള്ള നിർണായക സ്ഥലങ്ങളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുക, പൊതുഗതാഗതത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക, അടിസ്ഥാന സൗകര്യങ്ങളോ ഗതാഗത സംവിധാനങ്ങളോ മെച്ചപ്പെടുത്തുന്നതിനായി നീക്കിവെക്കാവുന്ന അധിക വരുമാനം സ്വാംശീകരിക്കുക, തിരക്കേറിയ സമയങ്ങളിൽ അനാവശ്യ കാർ യാത്രകൾ നിരുത്സാഹപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ സ്വകാര്യ വാഹന ഉപഭോക്താക്കളെ ഒഴിവാക്കാൻ ആവശ്യമായ ശക്തമായ പൊതുഗതാഗത ശൃംഖല ബംഗളൂരുവിൽ ഇതുവരെ സജ്ജീകരിച്ചിട്ടില്ല എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നഗരത്തിലെ പൊതുഗതാഗതം, നടക്കാനുള്ള സൗകര്യം, ബസ് കണക്ടിവിറ്റി എന്നിവ ഇപ്പോഴും വികസിതമല്ല എന്ന് മൊബിലിറ്റി വിദഗ്ധർ മുന്നറിയിപ്പ് പറയുന്നുണ്ട്. ശരിയായ ബദലുകൾ നൽകാതെ ഡ്രൈവർമാരെ ശിക്ഷിക്കുന്നത് അന്യായമാണ് എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കാറുകൾക്ക് മാത്രമേ ഈ നികുതി ബാധകമാകൂ എന്നും കൂടുതൽ ആളുകളെ കാർ പൂളിംഗ് പരിഗണിക്കാൻ ഇത് പ്രോത്സാഹിപ്പിക്കുമെന്നും നഗരത്തിലെ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഒരു വിഭാഗം വ്യക്തമാക്കുന്നുണ്ട്. 4 വീലർ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായി ORRലും മറ്റ് ഉയർന്ന സാന്ദ്രതയുള്ള കോറിഡോറിലോ പ്രധാന റോഡിലോ കൺജഷൻ ടാക്സ് ഉപയോഗിക്കാമെന്നും പറയുന്നു. ഔട്ടർ റിംഗ് റോഡ് ബംഗളൂരു നഗരത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക ഇടനാഴിയാണ്. മിക്കവാറും എല്ലാ വലിയ ആഗോള കോർപ്പറേറ്റ് കമ്പനികളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് വശത്തുള്ള ഹെബ്ബാൽ മുതൽ തെക്ക് വശത്തുള്ള സിൽക്ക് ബോർഡ് വരെ നീളുന്ന ഈ റോഡ് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ ഒന്നാണ്. എന്നാൽ ഈ റോഡ് ബംഗളൂരുവിലെ യാത്രക്കാരുടെ പേടി സ്വപ്നമായി മാറുകയാണ്. കുഴികൾ നിറഞ്ഞ റോഡുകൾ, പൂർത്തിയാകാത്ത അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, വെള്ളക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ IT സംസ്ഥാനത്ത് എങ്ങും കാണാം.